ഫ്രണ്ട്സ്, വെൽക്കം ടു മല്ലു ഫിഷിംഗ് ന്യൂസിലൻഡ്. എൻ്റെ പേര് ഷോൺ. നമ്മൾ ഈ ചാനലിൽ കുറേ ഫിഷിംഗ് വീഡിയോസാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് കയാക്ക് ഫിഷിങ്ങും ബോട്ട് ഫിഷിങ്ങും പിന്നെ നോർമൽ വാഫുകളിൽ നിന്നും അവിടെ നിന്നൊക്കെയുള്ള ഫിഷിങ്ങുകളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കുറച്ചധികം വിള്ളികളുണ്ടാവും. പിന്നെ ഇനി വരും വീഡിയോസിലേക്ക് നമുക്കിപ്പോൾ കാണാം. ഓക്കെ, താങ്ക് യു. വീഡിയോസ് എല്ലാം കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഓൾറെഡി കയാക്കെല്ലാം എടുത്ത് വെച്ചു നാളത്തെ ഫിഷിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ കയാക്ക് ഓൾറെഡി വണ്ടിയിൽ ലോഡ് ചെയ്ത് വെച്ചു. നമ്മുടെ ഗിയറുകളും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നാളെ പുലർച്ചെ നല്ലൊരു ടൈമാണ്. നാളെ ഇത്തിരി വെയിലുണ്ട്, വലിയ കാറ്റില്ല. അപ്പോൾ അതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഫിഷിങ്ങിന് പോകുന്നത്. അപ്പോൾ നാളെ ഇനി പുലർച്ചെ പോയി ഇറങ്ങണം, അതാണ് പ്ലാൻ. അപ്പോൾ അതേ നമ്മുടെ വണ്ടിയിൽ സംഭവങ്ങളെല്ലാം കയറ്റി വെച്ചതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ ഗിയറും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ കയാക്ക് വണ്ടിയുടെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ 2-3 റോഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കൊണ്ടുപോകാനുള്ള സാധനങ്ങളും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഫിഷിംഗ് ട്രിപ്പ് സ്റ്റാർട്ടായാണ്. സംഭവങ്ങളെല്ലാം കയറ്റി റെഡിയാക്കി വെച്ചു. ഇനി നേരെ നമ്മൾ വണ്ടി ഓടിച്ച് നമ്മുടെ സ്പോട്ടിലോട്ട് പോവാം. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഇതാണ് കേട്ടോ നമ്മുടെ ഫിഷിംഗ് കയാക്ക് സെറ്റപ്പ്. കുറച്ചും കൂടി സെറ്റാക്കാനുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ പെഡൽ കയാക്കിങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ആദ്യത്തെ കാസ്റ്റ് കഴിഞ്ഞു. ഇനി നോക്കിയിരിക്കലാണ് പണി. നമ്മൾ ആങ്കർ ഇട്ടിട്ടാട്ടോ കയാക്ക് നിർത്തിക്കണത്. ആങ്കർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ഡ്രിഫ്റ്റ് ആവാണ്ട് ഇവിടെ നിന്നോളും. കാരണം ഈ ഹൈ ടൈഡ് ലോ ടൈഡിൻ്റെ സമയത്ത് നമ്മുടെ കയാക്ക് നീങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. നീങ്ങിപ്പോവാൻ ചാൻസ് ഒന്നുമില്ല, നീങ്ങിപ്പോവും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ ആങ്കർ ഇട്ടേക്കണത്. ഒരു ചെറിയ വെയിറ്റിൻ്റെ ആങ്കറാണ് കയാക്ക് ആങ്കർ. അപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ അതേ സ്പോട്ടിൽ തന്നെ നിന്ന് നമുക്ക് ഫിഷ് ചെയ്യാം. പിന്നെ അടുത്ത റോഡും കൂടി സെറ്റാക്കാൻ പോകണം. ഇതിലടിക്കണേന്ന് പറയാൻ പറ്റില്ല. ഫിഷ് അടിച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം. ഒരു
കാർപ്പറ്റ് ഷാർക്കിനെ കിട്ടിയിട്ടുണ്ട്, കണ്ടാലോ. ഈ സംഭവം കൊണ്ടോ ഇത് വെച്ച് കളയാ. ഉണ്ടേ. പിന്നെ വേറൊരു മീൻ കിട്ടി, ട്രവേലി. ഇത് സൈസ് ചെറുതാ, നമ്മൾ തിരിച്ചിടണം. നമ്മൾ പോണ സമയമാകുമ്പോൾ ഇഷ്ടം പോലെ മീനടിച്ചോണ്ടിരിക്കും. എല്ലാ വട്ടം അതേപോലെ ചെറുറ മീനാണ്. പക്ഷെ ഭയങ്കര കാറ്റായി, നമുക്ക് തിരിച്ചു പോകണം. ഞാനിപ്പോൾ ഒരു ലൈവ് ബെയ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു സോഫ്റ്റ് ബെയ്റ്റ് എന്ന് പറയാം, അതും ഇട്ടിട്ടുണ്ട്. ടൈപ്പ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, ഇതിലടിക്കാന്ന് പറയാൻ പറ്റില്ല. കുഞ്ഞ റോഡ് സൂപ്പറാട്ടോ. ഒരു ചെറിയ റോഡ് എന്തെങ്കിലും ഉണ്ട്, സർവറ അടിച്ചിട്ടുണ്ട്. ആരും കഴിക്കില്ല, പക്ഷെ നമ്മുടെ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമൊന്നും ഞാൻ പോകും. എന്തോ ഒരു മീനടിച്ചിട്ടുണ്ട്, നോക്കട്ടെ. അയ്യടാ, മര ഏരിയ നമ്മൾ ഇവിടെ നിന്ന് വിട്ടുപോകണം. ഒരു നല്ല മീനടിച്ചിട്ടുണ്ട്, എന്ത് മീനാന്നറിയില്ല. വലിച്ചുകൊണ്ട് ഇത്ര നേരം നിന്നതിന് നമ്മുടെ സോഫ്റ്റ് ലൂറിലാണ് കേട്ടോ അടിച്ചേക്കണേ. എല്ലാത്തിലും അടിച്ചു.
വലിയ മീൻ അടിച്ചിട്ടുണ്ട്. പൊട്ടിച്ചുകൊണ്ട് പോയി. അതിൽ ലൈഫ് വെയിറ്റ് ആയിരുന്നു, മീനെ പഠിച്ചുകൊണ്ട് പോയതാണ്. നമുക്ക് തിരിച്ചു പോകേണ്ട സമയമായി. ഇനിയെല്ലാം പതുക്കെ പാക്ക് ചെയ്ത് തുടങ്ങാം. അടുത്ത വട്ടം